ചെന്താരകമൊരു പൊൻകൂടകമിൽ പൊൻതാമര വിടരുന്നത ചുടിയിൽ ചെന്താരകമൊരു പൊൻകൂടകമിൽ പൊൻതാമര വിടരും നദ ചുടിയിൽ ചെങ്കോലുട് ജിന്നാ ഗുരുത്വാഹ നബി മഹ്മൂദായ് ഉപകാര സ്നേഹ സിറാജ ഉടയോൻ പുകഴ്ന്തൊരു താജ ഉദിലെങ്കിടും മുഖരോജ ചെന്താരകമൊരു പൊൻകൂടകമിൽ പൊൻതാമര വിടരുന്നത ചുടിയിൽ ചെന്താരകമൊരു പൊൻകൂടകമിൽ പൊൻതാമര വിടരുന്നത ചുടിയിൽ ചെങ്കോലുട് ജിന്നാ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ്. റബീഉൽ അവ്വലാണ് കേട്ടോ. റബീഉൽ അവ്വൽ പരിപാടിയൊക്കെയാണ് ഇന്ന്. അപ്പോൾ മക്കളുടെ പാട്ടും കാര്യങ്ങളൊന്നുമില്ല, ഇപ്പോൾ റാലിയും അതൊക്കെയാണല്ലോ. അപ്പോൾ അതിനായിട്ട് റിസാൻ ഇതാ ഒരു 4:30 ആകുമ്പോഴേക്കും എണിച്ച് കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ മദ്രസയ്ക്ക് പോയിട്ടൊക്കെ കൊണ്ടാക്കിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചെയ്യാനും എണിച്ചിട്ടില്ല, അവനും പോകണം എന്നൊക്കെ പറയുന്നു. പക്ഷെ അത്രയും നേരത്തെ പറഞ്ഞേക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ വിട്ടില്ല. അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ നിന്ന് തണുപ്പ് വിടാൻ വേണ്ടിയിട്ടൊന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇരുട്ടാണ് കേട്ടോ, നല്ല ഇരുട്ടാണ്, വെളിച്ചമൊന്നും വെച്ചിട്ടില്ല. അപ്പോൾ എന്തായാലും ഇന്ന് കുട്ടികളെ പരിപാടിയൊക്കെ ഇനിയിപ്പോൾ 20-ാം തീയതിയാണ് കേട്ടോ, വെള്ളിയാഴ്ച. ഇന്ന് റാലിയും കാര്യങ്ങളും അതൊക്കെയാണുള്ളത്. എന്തായാലും അത് കാണാനൊക്കെ പോകണം. അപ്പോൾ അത്രയും നേരത്തെ പോകണോണ്ട് ഇന്ന് നമ്മൾ ചായക്കടികളൊന്നും ഉണ്ടാക്കണില്ല വീട്ടിൽ. അപ്പോൾ പൊറോട്ട പറഞ്ഞിട്ടുണ്ട്, വീട്ടിലെല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു സമയം കൊണ്ട് കോഴിക്കറിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ രാവിലത്തെ പൊറോട്ടയ്ക്കും പിന്നെ നമുക്ക് നെയ്ച്ചോറ് കിട്ടും കേട്ടോ പള്ളിയിൽ നിന്ന്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ചിക്കൻ കറി വേറെയും വെച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ടും രണ്ടാക്കിയിട്ടാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഒന്നായിട്ട് വെക്കുമ്പോൾ ഉണ്ടല്ലോ, അത് ചിലപ്പോൾ ആ കടിക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ, തികയാതെ വരും. അപ്പോൾ എല്ലാവരും കൂടി ഉള്ളതുകൊണ്ട് ചിലപ്പോൾ തികയാതെ വരും, അതാണ് കേട്ടോ. അപ്പോൾ അതാ പിന്നെ കുടിവെള്ളം ഞാൻ രാത്രി പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ അത് രാവിലെ കേട്ടോ പിടിക്കണത്. സാധാരണ ഞാൻ രാത്രി അതൊക്കെ കഴിഞ്ഞിട്ടാണ് കിടക്കാറ്. അപ്പോൾ അതൊക്കെ പിടിച്ച് വെച്ചിട്ട് പിന്നെ അതാ ചെയ്യാൻ ഇത്തിരി വെളിച്ചമൊക്കെ വെച്ചപ്പോൾ അവനെ കൊണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെയ്യാനിതാ കന്തൂറയാണ് കേട്ടോ ഡ്രസ്സ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടത്, കാരണം പിന്നെ അവർക്ക് മദ്രസയ്ക്കൊക്കെ ഇടാം. ഇത് നല്ല ഭംഗിയുണ്ടായിരുന്നു. കുട്ടികളെല്ലാവരും കൂടിയിട്ട് ഒരുങ്ങി നിൽക്കണ കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ അവന് ഞാനൊന്ന് ഫോട്ടോ എടുക്കാനൊക്കെ വേണ്ടി നിൽക്കാൻ പറഞ്ഞതാട്ടോ. അപ്പോൾ ആളൊരു ഇതാണ്, നമ്മൾ പറഞ്ഞതൊന്നും ചിലപ്പം അങ്ങോട്ട് എടുക്കണമെന്നൊന്നുമില്ല, എന്നാലും ഒരു ഇതൊക്കെ നിന്ന് തന്നുണ്ട്. ഇനി പോവുകയാണ്, അധികം വീഡിയോ എടുക്കണമെന്നൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതാ അവർ പോകാനായിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഫോട്ടോ എടുക്കട്ടെ കണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ പോയി നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. അപ്പോൾ അവന് പോയതിനൊപ്പം തന്നെ ഞങ്ങളും പോകട്ടെ, കാരണം നമ്മൾ നേരം വൈകിട്ടുണ്ടെങ്കിൽ കുട്ടികളെ പരിപാടി ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടാണ് കേട്ടോ മദ്രസ. അത് വെച്ചാൽ ഞങ്ങളുടെ മഹല്ല് മേഴത്തൂരാണ്, കുട്ടികൾ പഠിക്കുന്നത് കോടനാടാണ്. അപ്പോൾ മേഴത്തൂരുള്ള റാലിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ കോടനാട് മദ്രസയുടെ അവിടെ വന്നിട്ട് കുറച്ച് നേരം നിന്ന് കളിച്ചിട്ടൊക്കെയാണ് പിന്നെ എല്ലാവരും കൂടി അങ്ങോട്ട് തിരിച്ചു പോകട്ടോ. അപ്പോൾ നല്ല രസമാണ് കാണാനൊക്കെ. മക്കളുടെ പരിപാടിയൊക്കെ ചെറിയ മക്കളൊക്കെ നിന്ന് കളിക്കുമ്പോൾ അത് രസമാണല്ലോ. അങ്ങനെ അവർ അവനെ കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ അവർ ഇവൻ പറയണ മദ്രസയിൽ നിന്ന് ഞാൻ ചായ കുടിച്ചുകൊണ്ട് കണ്ട് ഇവിടുന്ന് ഒന്നും കുടിക്കാണ്ടാണ് കേട്ടോ പോണത്. അപ്പോൾ അവൻ പോയി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളും ചായ കുടിക്കാനൊന്നും നിന്നില്ല, ഒരു 7:30 ആകുമ്പോഴേക്കും ഞങ്ങളും അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അപ്പോഴേക്കും എന്താ പറയുക, ദുആ ചെയ്യലും അതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അധികം ആളൊന്നും എത്തിയിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്ന് നിന്നപ്പോൾ തന്നെ അവിടെയൊക്കെ ഫുള്ളായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുട്ടികൾ 2 പരിപാടിയൊക്കെ എടുത്തിട്ടുണ്ട്. ഒരാൾ ദഫിലും ഉണ്ട്, ഒരാൾ ഫ്ലവർ ഷോയിലും ഉണ്ട്. പിന്നെ ഇവിടെ പാട്ടൊക്കെ ഇനി വെള്ളിയാഴ്ച ഉള്ളൂ കേട്ടോ. അവർ വാഴും പുണ്യ മദീന മരതക ശോഭതിലിങ്കുന്നിതാ. അവർ വാഴും പുണ്യ മദീന മരതക ശോഭതിലിങ്കുന്നിതാ. ഖബിലൻ മണിയെത്തിക്കാണാൻ ഖിബ്ലയിലേക്കൊന്നു ചേരാൻ. ഖബിലൻ മണിയെത്തിക്കാണാൻ ഖിബ്ലയിലേക്കൊന്നു ചേരാൻ. വിദിതായിനി കവിതാ
ചെന്താരകമൊരു പൊൻകൂടകമിൽ പൊൻതാമര വിടരുന്നത ചുടിയിൽ ചെന്താരകമൊരു പൊൻകൂടകമിൽ പൊൻതാമര വിടരും നദ ചുടിയിൽ ചെങ്കോലുട് ജിന്ന ഗുരുത്വാഹ നബി മഹ്മൂദായ് ഉപകാര സ്നേഹ സിറാജ ഉടയോൻ പുകഴ്ന്തൊരു താജ ഉദിലെങ്കിടും മുഖരോജ ചെന്താരകമൊരു പൊൻകൂടകമിൽ പൊൻതാമര വിടരുന്നത ചുടിയിൽ ചെന്താരകമൊരു പൊൻകൂടകമിൽ പൊൻതാമര വിടരുന്നത ചുടിയിൽ ചെങ്കോലുട് ജിന്ന ഗുരുത്വാഹ നബി മഹ്മൂദായ് ഉപകാര സ്നേഹ സിറാജ ഉടയോൻ പുകഴ്ന്തൊരു താജ മധുരിതമാം ഹൗദിന്റെ ചാരേ മതി വരുവോളം മധുനുകരാൻ മധുരിതമാം ഹൗദിന്റെ ചാരേ മതി വരുവോളം മധുനുകരാൻ മധുരാനുഭൂതിയിലാടാൻ മുത്തിൻ ഷഫാത്തിഗാൻ വിദിതായിനി കബിദാ ചെന്താരകമൊരു പൊൻകൂടകമിൽ പൊൻതാമര വിടരുന്നത ചുടിയിൽ ചെന്താരകമൊരു പൊൻകൂടകമിൽ പൊൻതാമര വിടരുന്നത ചുടിയിൽ ചെങ്കോലുട് ജിന്ന ഗുരുത്വാഹ നബി മഹ്മൂദ ഉപകാര സ്നേഹ സിറാജ ഉടയോൻ പുകഴ്ന്നൊരു താജ ഗുരുമലർ മുല്ലതൻ മദതുകളില്ലാതെ സ്വർഗം തുറക്കുകയില്ല ഒരു പുൽക്കൊടിയുമീ കൽപ്പന കൂടാതെ വെറുതെ ചലിക്കുകയില്ല വരമേകുന്നൊരു സൗഭാഗ്യ സന്നിധി ത്വാഹ നബിയങ്ങു മാത്രം കനിവാൽ തുളുമ്പുന്ന നേത്രം പെരുമാൾ നബി തിരു പരിമളവദനം കലിമ മരതക. അപ്പോൾ ഇതാ നമ്മൾ പള്ളിയുടെ അവിടെ നിന്ന് റാലിയൊക്കെ പോയി എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് വരികയാണ്. അപ്പോൾ എനിക്ക് കിട്ടിയൊരു പൊതിയാണ് കേട്ടോ. നമ്മൾ മിഠായിയൊക്കെ കിട്ടുമല്ലോ, അപ്പോൾ അതിന് ചീരിഞ്ഞ് കിട്ടിയതാണ് കേട്ടോ അത് കേക്കൊക്കെ. പിന്നെ വീട്ടിൽ വന്ന് ചായ കുടിക്കുകയാണ്. അപ്പോൾ പൊറോട്ട ഒക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കുട്ടികളൊക്കെ മേഴത്തൂർ ഭാഗത്തേക്ക് പോയപ്പോൾ ചിക്കൻ റോൾ കിട്ടിയിരുന്നു കേട്ടോ. അപ്പോൾ അത് ലിയമോൾ എടുത്തിട്ട് ഇങ്ങനെ കാണിക്കുകയാണ്. പിന്നെ ഇത് ഇവന് കട വെങ്ങള്ള മോനാണ് കേട്ടോ. അവളിവിടെ ഉണ്ട് പനിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇവിടെ ഇപ്പോൾ കുറച്ച് ദിവസമായി. അപ്പോൾ ഇവന് എന്താണ് ഞാൻ മിഠായി ചോദിച്ചപ്പോൾ തന്നതാണ് കേട്ടോ. എന്ത് കിട്ടിയാലും തരും. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് നെയ്ച്ചോറും ഉണ്ടായിരുന്നു, അതൊക്കെ കഴിച്ച്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ നബിദിന വിശേഷങ്ങളൊക്കെ ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.